ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. എല്ലായിടത്തും ശരിക്കും ചക്കകൾ പിടിച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ട് 2 വരിക്കപ്ലാവ്. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ 2 കുറേ ചക്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചക്ക കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും തേങ്ങ അരയ്ക്കാതെ. ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇത് ഇറച്ചി കഴിക്കാത്തവർക്ക് ഇത് കറി ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കുക. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് ഇതിനും. പൊടിച്ചൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരല്പം എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2-3 ദിവസമായി ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിന് അരക്ക് കുറവാണ്. അതുകൊണ്ട് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിൻ്റെ പൂഞ്ച് കുറച്ചങ്ങ് ഞാൻ മുറിച്ച് കളയുകയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം എണ്ണ പുരട്ടി അരക്ക് മാറ്റാം. ഇതൊന്ന് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ കൂടി ചേർക്കുന്നുണ്ട്. വലിയൊരു പൊട്ടറ്റോ എടുത്ത് 2ആയിട്ട് കീറി തൊലിയൊക്കെ ചെത്തിയതാണ്. ഇതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് അടച്ചു വച്ചിട്ട് 2 വിസിലിൽ ആവശ്യത്തിന് വെന്തിരിക്കും. ഇതിൽ കുറച്ച് മസാല ആവശ്യമുണ്ട്. അതിനായിട്ട് 6-7 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയേണ്ട, ഒന്ന് ചതഞ്ഞാൽ മതി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കുക്കറിൽ വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇതിനെ ഇനി പൊട്ടറ്റോ പ്രത്യേകം മാറ്റാം. ബാക്കിയുള്ളത് നമുക്കൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കാം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. പൊടിച്ചക്ക ഇതുപോലെ വേവിക്കുമ്പോൾ 2 വിസിൽ മതി. ഇതിലും ചെറിയ പീസാണെങ്കിൽ ഒറ്റ വിസിലിൽ തന്നെ ആവശ്യത്തിന് വേകും. കറിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് വലിയ പീസ് ഞാൻ കുറച്ച് മാറ്റുന്നുണ്ട്. അത് പിന്നീട് തോരനുണ്ടാക്കാം. ഈ കറിക്കായിട്ട് കുറച്ച് സവാള വേണം. ഒരു വലിയ സവാള എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി ഇത് മസ്റ്റർഡ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. മസ്റ്റർഡ് ഓയിലിൽ ഈ കറി നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. മസ്റ്റർഡ് ഓയിൽ നല്ല കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. അത്രയും ഒരു ഉപകാരമുണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് വറുക്കാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. ചക്കയുടെ കഷ്ണങ്ങൾ മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. ഈ പാനിൽ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. എണ്ണയും ഉപ്പും മസാലയും ഒക്കെ അവരവരുടെ രുചിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്തത്. അതിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം പൊട്ടിയതിന് ശേഷം ചതച്ച മസാല ചേർക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തത് കൊണ്ടാണ് ഇത് കുറച്ചൊന്ന് വഴറ്റുമ്പോൾ ഇതിൻ്റെ ആ പച്ചച്ചുവയൊന്ന് മാറി. ഇപ്പോൾ ഈ മസാലയുടെ കളറൊക്കെ മാറി. ഇതിലിനി സവാള ചേർക്കാം. സവാള ഇനി അധിക നേരമൊന്നും വഴറ്റണ്ട. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. പൊടിച്ചക്കയുടെയും ചക്കയുടെയും ഒക്കെ ധാരാളം റെസിപ്പികൾ എൻ്റെ ഈ ചാനലിൽ ഉണ്ട്. ഇപ്പോൾ സവാളയുടെയും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് മസാലകൾ. ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിലിനി 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, അല്പം പുളിയും കിട്ടും. തൈര് ചേർത്തില്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ പ്യൂരി ചേർത്താൽ മതി. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആരി ഉറങ്ങുകയായിരുന്നു, ഇപ്പോൾ എണീറ്റ് വന്നതാണ്. ഈ ഷൂട്ടിങ്ങൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിനി 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വച്ചിട്ട് ഇതൊന്ന് വേകട്ടെ. ഇപ്പോൾ 2-3 മിനിറ്റായി. മസാലയൊക്കെ നല്ല വെന്ത് ഓയിലൊക്കെ സൈഡിൽ തെളിഞ്ഞു വന്നു. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ചക്ക ചേർക്കാം. ഇതിൻ്റെ കൂടെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ കൂടി ചേർക്കാം. പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ച് ചേർക്കാം. പൊട്ടറ്റോയും ചക്കയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്.
കറിക്ക് കുറച്ച് കട്ടി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള കറിയായി. ഇനി ഇത് അടച്ചു വച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. ഇപ്പോൾ തന്നെ കറിക്ക് നല്ലൊരു മണമുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർക്കാം. ഇറച്ചിക്കറിയോട് കിടപിടിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. വെജിറ്റേറിയൻസിനൊക്കെ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു കറി. കാഴ്ചയിലും അങ്ങനെ തന്നെ. ഈ കറിയോടൊപ്പം കഴിക്കാനായിട്ട് ഞാനൊരു പറാട്ട കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒണിയൻ പറാട്ട. വളരെ ഈസിയാണ്. ഒരു പറാട്ടയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാവ് കുഴയ്ക്കേണ്ടി വന്നില്ല. ഇതിനി സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയതിന് ശേഷം ഒരല്പം നെയ്യ് തൂകാം. നെയ്യ് തൂകിയതിന് ശേഷം ഒരു സവാള കുറച്ച് സ്ലൈസ് ചെയ്തതാണ്. ഇതിങ്ങനെ വെറുതെ പുറത്തിട്ട് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കുന്നില്ല. അല്പം മല്ലിയില മാത്രം. ഇതിനി ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒണിയൻ പൊറോട്ട കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇതുണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റാണ് ഒണിയൻ പൊറോട്ട. സാധാരണ ഇന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ അല്പം ഒണിയനൊക്കെ ഇട്ടുണ്ടാക്കി നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ടിഫിനായിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാനും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഉള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് വേകണമല്ലോ. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞും പോകും, വേകുകയില്ല. അല്പം നെയ്യ് ചേർക്കാം. എണ്ണയാണെങ്കിൽ എണ്ണ ചേർക്കാം. ഇത് തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പമായിട്ടാണ് ഒരു ഒണിയൻ പൊറോട്ട ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ചക്ക വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ കറിയും പൊറോട്ടയും ഉണ്ടാക്കാൻ നോക്കുക. വീട്ടിലുള്ള സാധനം വെച്ചുകൊണ്ട് മാത്രമാണല്ലോ ഇതുണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.